வண்டிப்பெரியாறில் மக்கள் வசிக்கும் பகுதிகளில் நடமாடி வரும் புலியை பிடிப்பதற்காக வனத்துறை கூடு வைத்துள்ளது. கடந்த தினம் வண்டிப்பெரியார் கிராம்பி பள்ளிக்கூடம் அருகில் காணப்பட்ட புலியை பிடிப்பதற்காக வனத்துறை கூடு ஒன்றை இந்த பகுதியில் வைத்துள்ளது. செவ்வாய்க்கிழமை இந்த பகுதியில் கண்காணிப்பு நடத்தியிருந்த வனத்துறை அதிகாரிகள் புலியை பார்த்திருந்தனர். இதைத் தொடர்ந்து புலியை பிடிப்பதற்கு கூடி வைக்க தலைமை வனத்துறை அதிகாரிகள் உத்தரவு கொடுத்தனர். புலி உடல்நிலை பாதிக்கப்பட்ட நிலையில் சுற்றித் திரிவதாக வனத்துறை தெரிவித்துள்ளது. அதனால் பிடித்து உள்வனத்தில் விடுவதற்கு ഉത്തരവിടപ്പെട്ടുള്ളത്. നമ്മൾ ഇന്നലെ രാത്രി ഒരു 8:30-9 മണിയോടുകൂടി കൂടെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നലത്തെ ഫുൾ ടൈം നമ്മുടെ സർവൈലൻസിൽ കടുവ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടിൽ കടുവ കയറാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. ഇന്നലെ രാത്രി വരെ കടുവ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ പക്ഷേ കൂട്ടിൽ കയറിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രോൺ വെച്ച് സർവൈലൻസ് ചെയ്യാണ്. നമ്മൾ തെർമൽ വെച്ച് നോക്കും. അപ്പോൾ കറന്റ് ഇന്നലെ കണ്ട പൊസിഷനിൽ ഇപ്പൊ അത് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ എൻ്റെ ഏരിയ ഒന്ന് കോമ്പ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഉണ്ട് ഇവിടെ കംപ്ലീറ്റ് ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു റോഡും അത് സ്കൂളിലേക്കുള്ള വഴികളും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് വേറെ റൂട്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ മാക്സിമം ഈ കടുവ കൊടുക്കുന്നവരെ ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ഇന്നലെ ഒരു സെല്ല് ഫോം ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നിർദ്ദേശം നാട്ടുകാർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വഴി അവരെല്ലാം സഹകരിക്കുന്നു. തോട്ടത്തിനുള്ള അവര് മാനേജറുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പൊ ഈ ബ്ലോക്കിലുള്ള വർക്കുകളെല്ലാം മാറ്റി അവർ വേറെ ബ്ലോക്കിലേക്ക് വർക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മേഖല കംപ്ലീറ്റ് ആയിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. നിലവിലുള്ള സ്ഥലത്ത് എന്തായാലും അത് അധിക ദൂരം അതിന് പോകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. എന്നാൽ പോലും ഈ ഒരു മേഖലയിൽ തന്നെ അത് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ഡ്രോൺ വെച്ച് കോമ്പ് ചെയ്തിട്ടാണ് നമുക്ക് ആ വിഷ്വൽ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ വിഷ്വൽ വെച്ച് ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പരിക്കേറ്റ ഒരു ഇതുണ്ട്. അതിനൊരു കാലിനൊരു ചെറിയ ഇഷ്യൂ ഉണ്ട്, നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത്ര ഹെൽത്തി ആണോ എന്നുള്ളൊരു അത് പിന്നെ നമുക്ക് നേരിട്ട് കണ്ടാലേ അറിയുള്ളൂ. எருமேலி ரேஞ்ச் ஆபீசர் கே ஹரிலாலின் தலைமையில் 30க்கும் மேற்பட்ட வனத்துறை அதிகாரிகளும் கால்நடை மருத்துவ குழுவும் சம்பவ இடத்திற்கு வந்து முகாமிட்டு கண்காணிப்பை நடத்தி வருகிறது. இரவு நேரங்களிலும் அதிகாலையிலும் ஆட்கள் காரணமில்லாமல் வெளியிறங்குவதை தவிர்க்க வேண்டும் என்றும் வனத்துறை முன்னறிவிப்பு கொடுத்துள்ளது. கிராம்பி பள்ளிக்கூடத்தில் விடுமுறையும் விடப்பட்டுள்ளது. பள்ளிக்கூடத்தின் 100 மீட்டர் தூரத்தில்தான் கூடு வைக்கப்பட்டுள்ளது. செவ்வாய்க்கிழமை காலை 7:30 மணிக்கும் மதியம் 12 மணிக்கும் இடையில் இந்த பகுதியில் தேயிலை காட்டோடு சேர்ந்துள்ள இடத்தில்தான் தோட்ட தொழிலாளிகள் புலியை பார்த்தது. நியூஸ் பியூரோ, கட்டப்பனை.